ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എക്സ്മേ വ്ളോഗർ. അപ്പോൾ ഞാനിന്നൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ആഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളാണ്. ജനുവരി മാസം 3-ാമത്തെ ആഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ വ്ളോഗാണ്. ഉറപ്പായിട്ടും ഈ ഒരു ആഴ്ചയിൽ റിലീസ് ചെയ്യാൻ പോകുന്ന അപ്ഡേറ്റുകളും അതുപോലെ തന്നെ ഇതുവരെ വന്നിട്ടുള്ള OTT റിലീസ് അപ്ഡേറ്റുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയം വെച്ചാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കനൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഫിലിപ്സ് എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മുകേഷ് അതുപോലെ തന്നെ ഇന്നസെന്റ്, നോബിൾ ബാബു എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ഡിസംബർ മാസം 1-ാം തീയതി തിയേറ്ററിൽ വലിയൊരു പ്രൊമോഷൻ ഭാഗമായിട്ട് തിയേറ്ററിൽ എത്തിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഫിലിപ്സ് എന്ന് പറയുന്നത്. ഈ ചിത്രം തിയേറ്ററിൽ വേണ്ടത്ര വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള ആമസോൺ പ്രൈം അതുപോലെ തന്നെ മനോരമ മാക്സ് സിംപ്ലി സൗത്ത് ആണ്. ചിത്രം ഈ വരുന്ന ജനുവരി മാസം 19-ാം തീയതി മനോരമ മാക്സ് സിംപ്ലി സൗത്ത് ആമസോൺ പ്രൈം എന്നിലൂടെ ഈ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. മലയാള ഭാഷയിൽ മാത്രമാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. എക്സ്ട്രാ ഓർഡിനറി മാൻ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ തെലുങ്ക് നായകൻ നിതിൻ അതുപോലെ തന്നെ ശ്രീലീല, മലയാളത്തിൽ നിന്ന് നമ്മുടെ സുദേവ് നായർ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു എക്സ്ട്രാ ഓർഡിനറി മാൻ എന്ന് പറയുന്ന ഒരു പക്ക ആക്ഷൻ ത്രില്ലർ കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിൽ പെടുത്താവുന്ന ഒരു ചിത്രമാണ് എക്സ്ട്രാ ഓർഡിനറി മാൻ എന്ന് പറയുന്നത്. ഈ ചിത്രം തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്ത് പോയിട്ടുള്ളതാണ്. കഴിഞ്ഞ മാസം തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ള ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാർ ആണ്. ചിത്രം ഈ വരുന്ന ജനുവരി മാസം 19-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഓടവും മുടിയാത് ഒളിയവും മുടിയാത് എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള ആഹാ തമിഴാണ്. ചിത്രം ഈ വരുന്ന ജനുവരി മാസം 19-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ഒരു ഹൊറർ കാറ്റഗറി, കോമഡി ഹൊറർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു ചിത്രമാണ് ഓടവും മുടിയാത് ഒളിയവും മുടിയാത് എന്ന് പറയുന്നത്. ഈ ചിത്രം തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്ത് പോയിട്ടുള്ളതാണ്. ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലൊക്കെ കൂടുതലും പുതിയ ആൾക്കാരാണ്. കുറച്ച് 1-2 പഴയ ആൾക്കാർ മാത്രം, അതായത് സിനിമ ഇൻഡസ്ട്രിയിലുള്ള കുറച്ച് പേര് മാത്രമേ ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. പറയുകയാണെന്നുണ്ടെങ്കിൽ ജോർജ് മാരൻ, നമുക്ക് കൈദിയിലൊക്കെ കണ്ടിട്ടുള്ള ജോർജ് മാരൻ എന്ന് പറയുന്ന ഒരാളും അതുപോലെ തന്നെ വിജയ് വീരു അതുപോലെ തന്നെ സത്യമൂർത്തി എന്നിവരാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള ആഹാ തമിഴാണ്. ആഹാ തമിഴിലൂടെ ചിത്രം ഈ വരുന്ന ജനുവരി മാസം 19-ാം തീയതി തമിഴ് ഭാഷയിൽ മാത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഹിന്ദി വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ഇന്ത്യൻ പോലീസ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ സിദ്ധാർത്ഥ് മൽഹോത്ര അതുപോലെ തന്നെ വിവേക് ഒബ്രായി, ശില്പ ഷെട്ടി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് രോഹിത് ഷെട്ടി സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു, അല്ലെങ്കിൽ വെബ് സീരീസ് ആണ് ഇന്ത്യൻ പോലീസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു വെബ് സീരീസ് ഈ വരുന്ന ജനുവരി മാസം 19-ാം തീയതി നമ്മുടെ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ഹിന്ദി ഭാഷയിൽ മാത്രമാണ് ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. അടുത്ത ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ ഇതിന്റെ മറ്റുള്ള ഭാഷകൾ, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നീ ഭാഷയിലുള്ള മലയാളം ഭാഷയിലുള്ള അപ്ഡേറ്റുകളും ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. 7 പാർട്ടായിട്ടുള്ള ഒരു വെബ് സീരീസ് ആണ് ആമസോൺ പ്രൈമിലൂടെ ജനുവരി 19-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കും. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു കന്നഡ മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. സപ്തസാഗർ ദേശോ ഇല്ലയോ പാർട്ട് B എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഒരുപാട് പേര് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു ചിത്രം എന്ന് വരും എന്നുള്ളത്. കാരണം ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽ എടുത്താവുന്ന ഒരു ചിത്രമാണ്. നമ്മുടെ ഷെട്ടി കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കന്നഡ മൂവിയാണ്. ഈ ചിത്രത്തിന്റെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷയിലൂടെയാണ് ഈ ചിത്രം ഈ വരുന്ന ജനുവരി മാസം 19-ാം തീയതി, അതായത് നാളെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ആമസോൺ പ്രൈമിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ, ഈ ഒരു കൊച്ചു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ചിത്രത്തിന്റെ ഫസ്റ്റ് പാർട്ടൊക്കെ നല്ല ഗംഭീര വിജയമായിരുന്നു, നേരിട്ട് OTT റിലീസൊക്കെ ആയിരുന്നു. അപ്പോൾ നല്ലൊരു വിജയം നേടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഒരുപാട് പേര് പേഴ്സണലായും അതുപോലെ തന്നെ കമന്റിലൊക്കെ ചോദിച്ചിരുന്നു. ഇപ്പോൾ ഒഫീഷ്യലി ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. നേരെ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മോഹൻലാൽ അതുപോലെ തന്നെ പ്രിയാമണി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ജിത്തു ജോസഫ് സംവിധാനം ചെയ്തിട്ടുള്ള ചിത്രമായിരുന്നു നേരെ എന്ന് പറയുന്ന ചിത്രം. ഈ ഒരു ചിത്രം ഈ വരുന്ന ജനുവരി മാസം 23-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷയിലൂടെ ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സലാർ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ പ്രഭാസ് അതുപോലെ തന്നെ പൃഥ്വിരാജ്, ശ്രുതി ഹാസൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു സലാർ എന്ന് പറയുന്ന. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം എന്ന് റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോക്കുകയാണെങ്കിൽ കമ്മിങ് സൂൺ ആണ്. ചിലപ്പോൾ ജനുവരി മാസം ലാസ്റ്റോട് കൂടിയിട്ട് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഒരു അടുത്തൊരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത്, ചിലപ്പോൾ നമ്മുടെ ഈ പാൻ ഇന്ത്യ ചിത്രങ്ങളിലൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ റിലീസ് ചെയ്യുന്നതിന് തൊട്ട് 2-3 ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഈ ചിത്രത്തിന്റെ പാൻ ഇന്ത്യ ചിത്രമായ കാരണം തമിഴ് ലീക്ക്ഡ് പ്രിന്റ് റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ലീക്ക്ഡ് പ്രിന്റ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ ചിത്രം ഈ ഒരാഴ്ചയിൽ ഇതിന്റെ ലീക്ക്ഡ് പ്രിന്റ് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്.
അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പുള്ളി എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ ദേവ് മോഹൻ, അതുപോലെ തന്നെ ഇന്ദ്രൻസ്, കലാഭവൻ ഷാജോൺ, അതുപോലെ തന്നെ സെന്തിൽ രാജാമണി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിലോട്ട് തന്ന ഒരു ചിത്രമാണ് പുള്ളി എന്ന് പറയുന്നത്. ചിത്രം കഴിഞ്ഞ മാസം തിയേറ്ററിൽ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ള ആമസോൺ പ്രൈമാണ്. ആമസോൺ പ്രൈമിലൂടെ ചിലപ്പോൾ ചിത്രം ഈ വരുന്ന ജനുവരി മാസം 19-ാം തീയതി സർപ്രൈസ് റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മഹാറാണി എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ജോണി ആന്റണി, അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോ, അതുപോലെ തന്നെ റോഷൻ മാത്യു എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിലെടുത്താവുന്ന ഒരു ചിത്രമാണ് മഹാറാണി എന്ന് പറയുന്നത്. ചിത്രം തിയേറ്ററിൽ വേണ്ടത്ര വിജയം നേടിയെടുക്കാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് HR OTT പ്ലാറ്റ്ഫോമാണ്. HR OTT പ്ലാറ്റ്ഫോം അവരുടെ കമ്മിങ് സൂൺ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ. ചിത്രം ചിലപ്പോൾ ഈ വരുന്ന ഇപ്പോൾ എന്തായാലും ജനുവരി 19-ാം തീയതി റിലീസ് ഉണ്ടാവില്ല. എന്തായാലും അടുത്തൊരാഴ്ചയിൽ ജനുവരി 26-ാം തീയതി അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് തൊട്ട് മുൻപ് വരുന്ന ചൊവ്വാഴ്ച ചിത്രത്തിന്റെ OTT റിലീസ് പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബാന്ദ്ര എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ദിലീപ്, അതുപോലെ തന്നെ തമന്ന ഭാട്ടിയ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് അരുൺ ഗോപി സംവിധാനം ചെയ്ത ഒരു ചിത്രമായിരുന്നു ബാന്ദ്ര എന്ന് പറയുന്നത്. ചിത്രം തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നേരത്തെ തന്നെ സ്വന്തമാക്കിയത് ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാർ ആയിരുന്നു. ഇപ്പോൾ അവർ അതിന്റെ ബിസിനസ് വേണ്ട എന്ന് വെച്ചെന്നുള്ളൊരു അപ്ഡേറ്റ് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ ആമസോൺ പ്രൈം സ്വന്തമാക്കുന്നുള്ളൊരു അപ്ഡേറ്റും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിത്രത്തിന്റെ കമ്മിങ് സൂൺ പോസ്റ്റർ ഒന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ ചിത്രം ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ചീന ട്രോഫി എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, അതുപോലെ തന്നെ ജാഫർ ഇടുക്കി, ജോണി ആന്റണി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു ചീന ട്രോഫി എന്ന് പറയുന്നത്. ചിത്രം തിയേറ്ററിൽ വേണ്ടത്ര വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെയും OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈമാണ്. ആമസോൺ പ്രൈമിലൂടെ ചിത്രം ഇന്നുവരെ നോക്കുകയാണെങ്കിൽ മേ ബി ചിത്രങ്ങളുടെ OTT റൈറ്റ്സിന്റെ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ഇതിന്റെ റിലീസ് ഡേറ്റ് കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടില്ല. ഈ ചിത്രങ്ങളൊക്കെ സർപ്രൈസ് റിലീസായിട്ട് ചിലപ്പോൾ ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്യാം. ചിലപ്പോൾ ചിത്രം ഈ വരുന്ന ജനുവരി മാസം 19-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഫൈറ്റ് ക്ലബ് എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിജയകുമാർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്നൊരു ചിത്രമാണ് ഫൈറ്റ് ക്ലബ് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാർ ആണ്. ഈ ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ചിത്രം പ്രൊഡ്യൂസ് ചെയ്തത് ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ഡയറക്ടറാണ്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ വരുന്ന ജനുവരി മാസം 27-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. അക്വാമാൻ എന്ന് പറയുന്ന ഒരു ചിത്രത്തിന്റെ സെക്കൻഡ് പാർട്ട് ആയിട്ടുള്ള അക്വാമാൻ ദ ലോസ്റ്റ് കിങ്ഡം എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. ഈ ഒരു ചിത്രത്തിന് തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ITVയും അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൾ ടിവിയും അതുപോലെ തന്നെ ആമസോൺ പ്രൈമാണ്. ആമസോൺ പ്രൈമിലൂടെയും ITVയിലൂടെയും ചിത്രം ഈ വരുന്ന ജനുവരി മാസം 23-ാം തീയതി ഡിജിറ്റൽ റൈറ്റ്സും അതുപോലെ തന്നെ VCD റിലീസും നടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ ഈ ഒരു ഇംഗ്ലീഷ് മൂവിയുടെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സഭാനായകൻ